ശരി നന്ദൻ, തുടരുക. നമുക്ക് നൗഗാം പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നന്ദനിൽ നിന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നടന്നത് ആകസ്മിക സ്ഫോടനം എന്ന് സ്ഥിരീകരിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഭീകരാക്രമണം എന്നത് ഊഹാപോഹങ്ങൾ മാത്രം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും എന്ന് ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് ലോഖഡെ വ്യക്തമാക്കി. സ്ഫോടനം ഭീകരാക്രമണത്താലല്ലെന്ന് ജമ്മു കശ്മീർ DGP നളിൻ പ്രഭാതും വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദനിലേക്ക് പോവുകയാണ്. നന്ദൻ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ആ ഒരു സ്ഫോടനത്തെ സംബന്ധിച്ച് പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു സ്ഫോടനം നടന്നത് എന്നുള്ളത്. പക്ഷേ അട്ടിമറി സാധ്യതകളൊന്നും ഇല്ല. ആകസ്മികമായ ഒരു അപകടം എന്ന് തന്നെയാണോ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ? രോഹിണി, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ഥിരീകരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ജമ്മുകാശ്മീർ പോലീസിന്റെ സംസ്ഥാന പോലീസ് മേധാവി നളിൻ പ്രഭാത് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചത് ഇതുതന്നെയാണ്. അതായത് ഈ ഫരീദാബാദിൽ നിന്നും പിടികൂടിയ ഈ സ്ഫോടക വസ്തുക്കൾ അത് ഈ നൂഗാക് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് തുറസായ സ്ഥലത്ത് സുരക്ഷിതമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയായിരുന്നു. പല ടീമുകളായി ചേർന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നിരുന്നത്. അതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ജമ്മുകാശ്മീർ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. അദ്ദേഹം ഊഹാപോഹങ്ങൾ, അതായത് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന തരത്തിലുള്ള ചില ഊഹാപോഹങ്ങളും ചില വാർത്തകളും മറ്റും പുറത്ത് പ്രചരിച്ചിരുന്നു. എന്നാൽ അതിൽ യാതൊരുവിധ അടിസ്ഥാനങ്ങളുമില്ല എന്നുള്ളതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. മറിച്ച് 9 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 27 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒപ്പം തന്നെ 3 സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു ഭീകരാക്രമണമോ അല്ലെങ്കിൽ ഭീകരർ ആസൂത്രണം ചെയ്ത പദ്ധതിയോ അല്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പല ടീമുകളായി ചേർന്നുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് അത്തരം പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. രാത്രി 11:20 ഈ അപകടമുണ്ടായത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി തന്നെ പരിശോധനകൾ നടത്തിവരികയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് പ്രധാനമായും പല അന്വേഷണ ഏജൻസികളുടെ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ഈ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്ന നടപടികളായിരുന്നു അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇതൊരു ആകസ്മികമായ ഒരു സ്ഫോടനമാണ്, അത്തരമൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ മറിച്ചുള്ള പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം, എല്ലാ പഴുതുകളടച്ചുള്ള അന്വേഷണത്തിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി, ജമ്മുകാശ്മീർ ഡിവിഷന്റെ പ്രത്യേക അധികാരമുള്ള ജോയിന്റ് സെക്രട്ടറി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിണി, ശരി, നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.